പല പാരൻസും വളരെ പ്രതീക്ഷയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റിയാണ്, പഠന വൈകല്യമാണ് സാറേ, ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇത് ക്യൂറബിൾ ആണോ? ഇത് മാറുമോ? അല്ലെങ്കിൽ എൻ്റെ മോൻ എല്ലാ കാലത്തും ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളത്. അവർ കുട്ടിയുടെ പഠനത്തെക്കുറിച്ചും കുട്ടിയുടെ ഭാവിയെക്കുറിച്ചൊക്കെയുള്ള ആശങ്കയും പ്രതീക്ഷയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പലപ്പോഴും അവർ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടാവും, പല ആളുകളെയും കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഒരു 90% കേസുകളിലും കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടൊന്നും ആയിട്ടായിരിക്കില്ല അവർ വരുന്നുണ്ടാവുക. അത് അവരുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരിക്കും കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക. നമ്മളെടുത്ത് വരുന്ന പല പാരൻസും കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ഡയഗ്നോസ് ചെയ്ത് റിപ്പോർട്ട് നൽകിയിട്ടൊന്നും ആയിരിക്കില്ല വരുന്നുണ്ടാവുക. കുട്ടിക്ക് പഠനത്തിൽ പ്രയാസമുണ്ട്, വായിക്കാനോ എഴുതാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, ആള് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്താണ്, പഠന പിന്നോക്കാവസ്ഥ എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. ലേണിംഗ് ഡിസബിലിറ്റി ക്യൂറബിൾ ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മറുപടി ആയിരിക്കില്ല എൻ്റെ അടുത്ത് നിന്ന് കിട്ടുക. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ പോലെ ഒരു അസുഖമായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. അതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ക്യൂറബിൾ അല്ല, പക്ഷേ നമുക്ക് ഏറ്റവും നല്ല സപ്പോർട്ടോടുകൂടെ, ഏറ്റവും നല്ല ഇൻ്റർവെൻഷൻസോടുകൂടെ അത് മാനേജബിൾ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത് കേട്ടിട്ട് ആരും പേടിക്കേണ്ടതില്ല. ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ബ്രെയിന് എങ്ങനെയാണ് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് അതിലുള്ള വ്യത്യാസമാണ്. അതായത് നമ്മുടെ സാധാരണഗതിയിൽ എല്ലാ കുട്ടികളുടെയും വായിക്കാനോ എഴുതാനോ ഒക്കെ കഴിയുന്ന കുട്ടികളുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ കുട്ടിയുടെ ബ്രെയിന് ഈ എഴുതാനും വായിക്കാനും ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ബ്രെയിനിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. വായിക്കാൻ, എഴുതാൻ, കാണാൻ, കേൾക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഭാഗങ്ങൾക്കും ഓരോ ഏരിയകളുണ്ട്. ആ ഏരിയകൾ വേണ്ട രീതിയിൽ ഫോം ചെയ്യപ്പെടാത്തതോ അല്ലെങ്കിൽ അവിടെയുള്ള സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിഫറൻസ് കാരണമാണ് നമ്മുടെ കുട്ടിക്ക് പ്രോപ്പറായിട്ട് വായിക്കാനും എഴുതാനും കഴിയാത്തത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ഇതൊരു ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അവരുടെ ബ്രെയിന് ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നേക്കും. അങ്ങനെ ഡിഫറെൻ്റ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരും ക്യാച്ചപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ കൂടെ പറയാം, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് മടി കാരണം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവരുടെ ബ്രെയിനിലുള്ള ചില ഡിഫറൻസ് കാരണം, അതിലുള്ള വയറിങ്ങിലുള്ള ഡിഫറൻസ് കാരണം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ബ്രെയിനിന് ഒരു സൂപ്പർ പവർ ഉണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ബ്രെയിനിന് റീഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ന്യൂറൽ കണക്ഷൻസ്, പുതിയ ന്യൂറൽ പാത്വേസ് ഫോം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ട്. നമ്മൾ ശരിയായ രീതിയിലുള്ള ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ കണക്ഷൻസും അതുപോലെ തന്നെ ന്യൂറൽ പാത്വേസ് ഒക്കെ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളെ പല കാര്യങ്ങളും പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന
അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പവറാണ്. നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ എല്ലാ ബാലപാഠങ്ങളും പഠിച്ചിട്ട് നമ്മൾ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറായിട്ട് നമ്മൾ മാറില്ലേ. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന ആളുകളെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തുടക്കഘട്ടത്തിൽ അവർ ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരിക്കും. വണ്ടി ഓഫായി പോകുന്നുണ്ടാവും, പലതവണ ഓഫായി പോകുന്നുണ്ടാവും. പക്ഷെ അവർ നിർത്താതെ വീണ്ടും ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്രെയിനിൽ ഒരു വയറിങ് നടക്കുന്നുണ്ട്. ടോട്ടൽ ഒരു മോട്ടോർ കോർഡിനേഷനും എല്ലാ രീതിയിലുള്ള ഒരു കോർഡിനേഷനൊക്കെ അവിടെ ബിൽഡ് ആവുന്നുണ്ട്. ആ സമയത്ത് അവിടെ കുറേ ന്യൂറൽ കണക്ഷൻസ് ആണ് ഫോം ആവുന്നത്. അതുപോലെ ന്യൂറൽ പാത്വേസ് ഫോം ആവുന്നുണ്ട്. അതിങ്ങനെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, റെഗുലറായിട്ട് അവർക്ക് ഇങ്ങനെ ട്രെയിനിങ് കിട്ടുന്ന സമയത്ത് അവരുടെ ആ പാത്വേസ് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയി വരികയും അവരത് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളിലും സംഭവിക്കുക. നമ്മൾ അവർക്ക് റൈറ്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രാക്ടീസും കൊടുക്കുകയാണെങ്കിൽ അവരിലും ഈ പറഞ്ഞ പോലെയുള്ള ന്യൂറൽ കണക്ഷൻസ് ഫോം ആവും. അതിലൂടെ അവരും വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് റൂം സിസ്റ്റത്തിൽ നിന്ന് മാറി അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞേക്കും. നമ്മൾ ചെയ്യേണ്ടത് എത്രയും നേരത്തെ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയാം, അതിനനുസരിച്ചുള്ള സപ്പോർട്ട് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. കുട്ടിക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് പാരൻസ് എന്ന നിലയിൽ നമ്മൾ ഉറപ്പ് നൽകുക. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷന് കുട്ടിക്ക് എത്രയും നേരത്തെ ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് അവരുടെ ഭാവി തകർന്നു പോകുന്നില്ല. വളരെ പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്റ്റീവൻ സ്പീൽബർഗ്, റിച്ചാർഡ് ബ്രാൻസൺ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ലേണിംഗ് ഡിസബിലിറ്റി ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ റൈറ്റ് വേ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും പരിശീലനവും ഒക്കെ കിട്ടിയതുകൊണ്ട് അവർക്ക് ലൈഫിൽ വളരെയധികം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മറ്റു പല കാര്യങ്ങളിലും ഭയങ്കര സ്കില്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർ ഇൻ്റലിജൻ്റ് ആയിരിക്കും, ചിലപ്പം എക്സ്ട്രാ ഓർഡിനറി ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മറ്റു പല മേഖലകളിലും. സോ നമ്മളിതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. എനിക്ക് ഫൈനലി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടി ഏതെങ്കിലും രീതിയിൽ പഠനത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ തിരിച്ചറിയുകയും അതിനനുസരിച്ചുള്ള ഏറ്റവും നല്ല സപ്പോർട്ട് കുട്ടിക്ക് നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു രോഗമല്ല, പനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള രോഗമല്ല. ഇത് വളരെ മാനേജബിൾ ആയിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇതുപോലെയുള്ള അറിവുകളുമായിട്ട് അടുത്ത വീഡിയോകളിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.